ഉടനെ പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് ഒരു ബ്ലാക്ക് കളറിൽ കിഡുമായിട്ടിരിക്കുന്ന ഒരു ഇറ്റിയോസാനാണ്. ഇതിന് വരവ് കാണുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാവർക്കും തന്നെ മനസ്സ് കീഴടക്കാവുന്ന ഒരു ഇറ്റിയോസ്. അങ്ങനെ ടയോട്ടയുടെ ഇറ്റിയോസിനെ കുറിച്ചിട്ടാണ് ഈ കഥകളൊക്കെ പറഞ്ഞത്. ഇതൊരു പെട്രോൾ വണ്ടിയാണ് കേട്ടോ. 1.5 എഞ്ചിനാണ്. 1500 cc വാഹനം ആയതുകൊണ്ട് തന്നെ യാത്രാസുഖത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അടിപൊളിയാണ് ഓടിക്കാനും യാത്ര ചെയ്യാനൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും, എങ്കിലും ഞാൻ വീഡിയോയിൽ പറയണ്ടേ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഈ പെട്രോൾ വണ്ടിയുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയുന്നതിന് മുന്നേക്കായിട്ട് ലൈക്ക് ബട്ടനൊക്കെ ഒന്ന് അടിച്ചോടാ. അപ്പോൾ പിന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഹനം വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് വിറ്റ് പോയി അല്ലെങ്കിൽ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ തമ്പനയിലിൻ്റെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കണേ. അങ്ങനെ 2011 മോഡൽ ടയോട്ടയുടെ ഇറ്റിയോസ് വി ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത്. പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് തന്നെ നമ്മളെല്ലാ വീഡിയോയിലും ഓടിച്ച് നോക്കാറുള്ളത് പോലെ ഫ്രണ്ടിൽ നിന്ന് വരുവാണെങ്കിൽ ബോണറ്റിൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഇവിടേക്ക് ആയിട്ട് ചെറിയത് ഞാൻ പറയുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്ന വലിയ സംഭവമായിട്ടല്ല, പക്ഷെ നമ്മൾ ചെറിയ സ്ക്രാച്ച് പോലും പറയാറുണ്ട് എല്ലാ വീഡിയോയിലും എന്നതുകൊണ്ട് മാത്രമാണ്. അതൊരു പക്ഷേ കുറേ പേർക്ക് ഇഷ്ടപ്പെടാറില്ല ഓണേഴ്സിന്. എന്നാലും നമ്മളുള്ള കാര്യം പറയുന്നത് ചില വണ്ടികൾക്ക് ആളുകൾക്കൊന്നും കുഴപ്പമുണ്ടാവാറില്ല, ഉള്ളത് പറയുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കസ്റ്റമർ വന്ന് നോക്കിയിട്ടായി ഇത് നമ്മൾ കണ്ടില്ലല്ലോ വീഡിയോയിൽ എന്നൊന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ പറയുന്നത്. കാരണം ഇപ്പോൾ നല്ല നിലയിൽ നമ്മുടെ ചാനലും വാഹനത്തിൻ്റെ കച്ചവടങ്ങളൊക്കെ നല്ല നിലയിൽ പോകുന്നുണ്ട് എന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഈ ഫ്രണ്ട് ഭാഗം വരികയാണെങ്കിൽ ഇവിടെയൊന്നും കാര്യമായിട്ട് തരാറില്ല. ഇവിടെ പടി നോക്കുവാണെങ്കിലും ഒന്നും ഒരഞ്ഞതായിട്ടോ തട്ടിയതായിട്ടോ ഒന്നുമില്ല. പിന്നെ നമ്മൾ മുന്നേ ബെൻസിൻ്റെ വീഡിയോ ചെയ്ത് വേണ്ടില്ല, ഫ്രണ്ട് തട്ടി അടിഭാഗം ഇങ്ങനെ കല്ല് തട്ടിനാണ്, അതൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. KL 1 ആണ്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിലും പ്രത്യേകിച്ച് കഥകളൊന്നും തന്നെ കാണാനില്ല. പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയ സംഭവം ഉണ്ട്, ചെറിയ സ്ക്രാച്ചാണ്, അത്രയ്ക്ക് വിസിബിൾ അല്ല. പിന്നെ ഈ ഒരു സംഭവം ഇത്രയ്ക്കുള്ളൂ. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, എങ്കിൽ കൂടിയും ഞാനത് എടുത്ത് കാണിക്കുന്നു എന്നുള്ളൂ. പിന്നെ ഈ മിററിൻ്റെ അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ ഇതൊന്നും ഒരു പ്രശ്നമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഈ ഭാഗം ഇരിക്കുന്നുണ്ട്. പിന്നെ അതേ ലോങ്ങിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് നോക്കുവാണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സ്ക്രാച്ച് കാര്യങ്ങൾ ഒടിവ് ചതവൊന്നും കാണാനില്ല. ഒരു പക്ഷേ ടച്ചപ്പോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. പെട്രോൾ വണ്ടിയാണ് എന്ന് ഇടയ്ക്ക് കൂടി ഞാൻ ഓർമ്മിപ്പിക്കാനുണ്ട്. അതിന് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. ഇതിവിടെ എന്തോ ഒരു ഉള്ളിലെന്തോ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇവിടെ ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നും കാണാനില്ല കേട്ടോ. ഇവിടെ ടയോട്ട നല്ല സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. തോന്നുന്നു ചെറിയ ടച്ചപ്പോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ ആണോന്ന് അറിയില്ല. ഒരു ചെറിയൊരു ഐറ്റിൻ്റെ സംഭവമാണ്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്ക് ലുക്ക് ഇങ്ങനെ നന്നായി നോക്കുമ്പോൾ നല്ല വൃത്തിയിൽ തന്നെ ഉണ്ട്. ഇനി ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇനി ചെറിയൊരു കുത്തി ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ട അതുണ്ട്, ഞാനിപ്പോൾ ഈ ബാക്ക് നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനെ ഒരു സംഭവം അവിടെ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാനുണ്ട്. വേറെ ഒന്നും ഈ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കാണാനില്ല. പെയിൻറ്റിങ്ങൊക്കെ പക്കയാണ്. അത് ഒന്നാമത് ബ്ലാക്ക് കളറ്, പിന്നെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ ഗ്ലാസ്സുകളൊന്നും തന്നെ റീപ്ലേസ്മെൻ്റ് അല്ല, എല്ലാം കമ്പനി ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയറുകളെല്ലാം അപ്പോൾ വരെ 4 ബ്രാൻഡഡ് ടയറുകളാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ചാലക്കുടിയിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ നല്ലൊരു ഇറ്റിയോസ് നോക്കണമെന്നുണ്ടെങ്കിൽ, പെട്രോൾ വണ്ടിയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ 4 ഡോറുകളും പവർ വിൻഡോ ആണ്. പിന്നെ 4th RC ആണ്, 4ാമത്തെ ഓണറാണ്. ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയർ ഒന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഈ ഡോറുമേന്ന് വരുമ്പോൾ തന്നെ അതെ ഈ ഡോറിൻ്റെ കൈ വയ്ക്കുന്നത് ഈ ഭാഗത്ത് ഒരു അഴുക്കുണ്ട് എന്നല്ലാതെ ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിടക്കുന്നുണ്ട്, കളറും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഫ്ലോറിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെയൊക്കെ പൊളിച്ച് നോക്കാനുള്ള സെറ്റപ്പ് ഇല്ലല്ലോ. പിന്നെ സീറ്റൊക്കെ എന്താ ചെയ്യുക നോക്കിയാൽ ബ്ലാക്ക് ആൻഡ് ഗ്രേ ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ. ബ്ലാക്കും ലൈറ്റ് ആഷ് കളറുമായിട്ട് നല്ല വൃത്തിയിൽ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡൊക്കെ നോക്ക്, നല്ല വൃത്തിയിലേ, നല്ല വൃത്തിയിൽ തന്നെ. ഒരു പക്ഷേ ചിലപ്പോൾ അവർ പോളിഷ് ചെയ്ത് ഇൻറ്റീരിയറൊക്കെ വർക്ക് ചെയ്തിട്ടായിരിക്കാം. പിന്നെ ആ പിടുത്തത്തിൻ്റെ അവിടെ അഴുക്കുണ്ട് ഇവിടെയുണ്ട്. ഇനി ബാക്ക് സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആ പിടുത്തത്തിൻ്റെ അവിടെ അഴുക്കുണ്ട് എന്നതിൽ കവിഞ്ഞ് ഒരു പോരായ്മ ഞാൻ കാണുന്നില്ല. സീറ്റൊക്കെ നല്ല വൃത്തിയും എടുപ്പുള്ള സീറ്റ്. ടോപ്പൊക്കെ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടോ, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് സീറ്റ് വേണമെങ്കിൽ ഒന്നുകൂടി സെറ്റാക്കി കാണിച്ചു തരാം. കണ്ടോ,
നല്ല വൃത്തിമെടുപ്പായിട്ടുള്ള ഇൻറ്റീരിയറാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി, ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ 4 ഡോറുകളും പവർ വിൻഡോ ആണ്. പിന്നെ അലോയ് വീല്, 2 ഹെയർ ബാഗ്. അത്യാവശ്യം യാത്രാസുഖം അടിപൊളിയാണ്, കാരണം 1500 cc ആണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങും തന്നെ മറ്റേ പാട്ടിൻ്റെ സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനും പാട്ട് മാറ്റാനുള്ള മൗണ്ടഡ് കൺട്രോളുകൾ കാര്യങ്ങളൊക്കെ എല്ലാം സ്റ്റിയറിങ്ങും ഉണ്ട്. അപ്പം നല്ലൊരു വണ്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ സ്ക്രീൻ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അടിപൊളി. പക്ഷേ ഇതിന് കിലോമീറ്റർ പറഞ്ഞില്ല അല്ലേ. ഇതിന് കിലോമീറ്റർ പറയുവാണെങ്കിൽ 98,000 കിലോമീറ്ററാണ് നിലവിൽ ഇതുവരെ ഓടിയിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ അതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പൊക്കി കാണിച്ചു തരണ്ട. അങ്ങനെ എൻജിൻ റൂം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഇനി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് അറിവുള്ള ആളുകളെ കൊണ്ട് തന്നെ പരിശോധിച്ച് നോക്കുക. എന്തായാലും ഇത്തരം വാഹനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും അത്യാവശ്യം അറിവുള്ള ആളുകളെ കൊണ്ടുവരും എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞതാണ്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പരിശോധനയൊക്കെ നടത്തേണ്ടതാണ്. നമുക്കിപ്പോൾ ഈ പുറത്തത്തെ കാര്യങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമാണ് കാണിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അറിവൊക്കെ എന്ന് പറയുന്നത് പരിമിതമായ അറിവുകളാണ്. ഒരു മെക്കാനിക്കിനെ കൊണ്ട് പരിശോധിച്ച് നോക്കി ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കാം. ഇനി വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഫ്ലഡ് എഫക്റ്റാണ്. അതായത് 2018 വെള്ളം കയറിയപ്പോൾ വണ്ടി പൂർണ്ണമായിട്ട് മുങ്ങിയിട്ടില്ല. ഇത് ഇത്രയ്ക്ക് ഈ ലെവലിൽ മുങ്ങിയിട്ടുണ്ടെന്നാണ് സെല്ലർ പറയുന്നത്. ഇത്ര ഇനി അതിന് ശേഷമുള്ള പണികൾ ചെയ്തിരിക്കുന്നത്, സർവീസ് ചെയ്തിരിക്കുന്നത് ഷോറൂമിൽ മാത്രമാണ്. വേറെ എവിടെയും പുറത്ത് കൊണ്ടുപോയിട്ട് ചെയ്തിട്ടില്ല. പിന്നെ 2016 ശേഷം നമ്മൾ 4ാമത്തെ ഓണറാണെന്ന് പറഞ്ഞു. 2016 ശേഷം ഒരേ ഓണർ മാത്രമാണ് വണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഷോറൂമിലാണ് ഇതിൻ്റെ പണികളൊക്കെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിശോധിക്കാം. പിന്നെ നമ്മൾ വെറുതെ നുണ പറഞ്ഞിട്ടുള്ള കച്ചവടം ചെയ്യേണ്ട എന്നാണ് ഈ വാഹനത്തിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് അതൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫുൾ കവർ ഇൻഷുറൻസാണ് നിലവിൽ വണ്ടിക്കുള്ളത്. അതായത് ഡിസംബർ 2025 ഡിസംബർ മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ABS ആണ്. അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക്, റിമോട്ട് കീ ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് വില പറയുന്നത് 2,40,000 രൂപ മാത്രമാണ് ചോദിക്കുന്നത്. നിങ്ങൾ വരിക, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, വൃത്തിമെടുപ്പൊക്കെ നോക്കുക, മെക്കാനിക് ഭാഗങ്ങളൊക്കെ നോക്കുക, എല്ലാം പരിശോധിച്ച് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആവുകയാണെങ്കിൽ വില പേശലിന് ശേഷം മികച്ചൊരു വിലയിൽ ഈ ഇറ്റിയോസ് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇറ്റിയോസിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നല്ലൊരു വാഹനമാണ്. ഇത് പെട്രോളാണ്, ആണ്. അത്യാവശ്യം നല്ല യാത്രാസുഖം കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വണ്ടിയാണ്, പ്രൊവൈഡ് ചെയ്യുന്നൊരു വണ്ടിയാണ്. ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്ലഡ് എഫക്റ്റാണ്. അത് എഫക്റ്റീവ് ആയിട്ടുണ്ട്. ഫുൾ മുങ്ങിയതല്ല, ഞാൻ നേരത്തെ കാണിച്ച അളവ് വരെ മുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് സർവീസിൽ ഷോറൂമിലാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടിക്ക് വില പറയുന്നത് 2,40,000 രൂപ മാത്രമാണ്. താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം, വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നു വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.